ഹായ് ഓൾ, എല്ലാവർക്കും എയർജോളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റിവ്യൂ വീഡിയോ ആണ്. പവി കെയർ ടേക്കർ എന്ന സിനിമ കണ്ട സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. പവി കെയർ ടേക്കർ ഈ ഒരു സിനിമയുടെ ഓരോ അപ്ഡേറ്റ്സും എനിക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബ് സമ്മാനിച്ചതായിരുന്നു. ഓരോ അപ്ഡേറ്റ്സും ഒരു ഫ്രഷ് ഫീലിംഗ് തരുന്നതായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനായിട്ട് കയറിയത്. ആ ഒരു പ്രതീക്ഷ ഈ ഒരു സിനിമയ്ക്ക് നിലനിർത്താനായിട്ട് സാധിച്ചോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ജനപ്രിയ നായകൻ ദിലീപ് ഒരുപാട് പരാജയ സിനിമകൾക്ക് ശേഷം അഭിനയിക്കുന്ന നായകനായിട്ട് എത്തുന്ന സിനിമയാണ് പവി കെയർ ടേക്കർ എന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനീത് കുമാറാണ്. ഒരുപാട് നായികമാരൊക്കെ ഉള്ള ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഈ ഒരു സിനിമയുടെ ട്രെയിലറും സോങ്സും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രഷ് ഫീൽ തന്ന ഒരു സംഭവങ്ങളായിരുന്നു ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ്സ് എല്ലാം. അതേ ഒരു ഫീലിംഗ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി. അതായത് നല്ലൊരു ഫ്രഷ് പോസിറ്റീവ് വൈബുള്ള ഒരു പടം, ഒരു സിമ്പിളായിട്ട് ഒരുപാട് കോമഡീസ് ഒക്കെ ഉള്ള ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആണ് സിനിമ. ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ആ ഒരു ജനപ്രിയ നായകനെ അതേ ഒരു എനർജിയിൽ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക് ഒരു ഫീൽ ഉണ്ടായി. കാരണം ബാന്ദ്ര ആയാലും തങ്കമണി ആയാലും ഇപ്പം വോയിസ് ഓഫ് സത്യനാഥൻ ആയാലും ഈ സിനിമകളെ കണ്ടതിന് ശേഷം ഒരു പഴയ ഒരു ദിലീപിന്റെ ആ ഒരു എനർജിയോ എവിടെയൊക്കെ ഒരു കല്ലുകടി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പവി കെയർ ടേക്കർ എന്ന ഈ സിനിമ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു ഫീലിംഗേ തോന്നിയിട്ടില്ല. നമുക്ക് പഴയ ആ ഒരു മൈ ബോസിലെ അല്ലെങ്കിൽ ബോഡി ഗാർഡിലെ ഒക്കെ പോലെ ഒരു ക്യാരക്ടർ അതേ ഒരു എനർജിയിൽ നമുക്കിവിടെ ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് ഡയറക്ടർക്ക് 100-ൽ 100 മാർക്കും കൊടുക്കണം. നല്ല രീതിയിലാണ് ഒരു സിമ്പിൾ കഥയെ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് ത്രൂ ഔട്ട് ഈ ഒരു സിനിമയുടെ കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് കോമഡീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നി. അത് കണക്ക് തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറെ റൊമാൻസും ഡ്രാമയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഡ്രാമയൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും അത് ഒരേപോലെ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അങ്ങനെ ഒരു കാര്യം ഒരു ഡൗട്ട് ആണെങ്കിലും എനിക്ക് പേഴ്സണലി സിനിമ വർക്കായി എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാലും ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേക്കൊക്കെ ഒരുപാട് ഡ്രാമ വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ഓവർ ഡ്രാമാറ്റിക് ആയോ എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു. മൊത്തത്തിൽ ഈ ഒരു സിനിമ ഒരു ഡീസന്റ് എന്റർടൈനർ ആണ്. ഒരുപാട് കോമഡി, ഒരുപാട് ചിരിക്കാനൊക്കെ ഉള്ള, പിന്നെ പഴയ ആ ഒരു ദിലീപേട്ടന്റെ എനർജറ്റിക് പെർഫോമൻസ്, ഒരുപാട് നല്ല പോലെ കോമഡീസ് ഒക്കെ ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ കോമഡി ചെയ്യുന്ന ഒരു ദിലീപേട്ടൻ ഒരുപാട് നാളായിട്ട് മിസ്സിംഗ് ആയിരുന്നു. ആ ഒരു ജനപ്രിയ നായകനെ ഇവിടെ ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ തോന്നിയ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ടർ. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ സോങ്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്താനായിട്ട് സിനിമയിൽ ഉടനീളം ആ ഒരു കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്താനായിട്ട് ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്ങുകളെല്ലാം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നല്ല ഡീസന്റ് ആയിട്ട് കേട്ടിരിക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ കഥയുമായിട്ട് യോജിച്ചു പോകുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്സും ഒക്കെ തന്നെയായിരുന്നു. മൊത്തത്തിൽ കൊള്ളായിരുന്നു, നല്ലൊരു ഡീസന്റ് സംഭവം. ദിലീപേട്ടനെ കൂടാതെ ഒരുപാട് നായികമാരും ഉള്ള സിനിമയാണ് ഈ പവി ദ കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ. എല്ലാവരും വളരെയധികം വെറുപ്പിക്കലൊന്നും ഇല്ലാതെ നല്ല ഡീസന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ രാധിക ശരത് കുമാർ, ജോണി ആന്റണി, സ്ഫടികം ജോർജ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് ഈ ഒരു സിനിമയിൽ വന്നു പോകുന്നുണ്ട്. എങ്കിലും ഈ ഒരു സിനിമയിൽ മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ നിറഞ്ഞു നിൽക്കുന്നത് ദിലീപേട്ടൻ തന്നെയാണ്. നല്ല കിടിലനായിട്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എടുത്തെടുത്ത് പറയുന്നു, ആ ഒരു പഴയ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിലീപിനെ, അതായത് ഈ ഒരു കോവിഡിന് ശേഷം വന്ന ദിലീപ് സിനിമകളിൽ എല്ലാം ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ബാന്ദ്ര എടുത്ത് നോക്കിയാലും, വോയിസ് ഓഫ് സത്യനാഥൻ ആയാലും, അതേ കണക്ക് നേരത്തെ ഇറങ്ങിയ തങ്കമണി ആയാലും ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ട് അഭിനയിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു കല്ലുകടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയിൽ ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, ഒരുപാട് കോമഡിക്ക് വേണ്ടിയിട്ട് ലൗഡ് ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒട്ടും ആർട്ടിഫിഷ്യൽ അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാകാത്ത രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പഴയ ആ ഒരു ദിലീപേട്ടന്റെ സ്റ്റൈലിൽ കോമഡീസ് ഒക്കെ നല്ലതുപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേ കണക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് റൊമാൻസ് ഒരു മെയിൻ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അതും സെന്റിമെന്റ്സും ഒക്കെ നല്ല വെടിപ്പായിട്ട് തന്നെ ദിലീപേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ടർ ദിലീപ് എന്ന ആക്ടർ തന്നെയാണ്. പേഴ്സണലി പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്റർ വിട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു സമീപകാല ദിലീപ് പടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആ പൈസ മുതലായി എന്ന് തോന്നിയ ഒരു സിനിമ, നല്ലൊരു ഡീസന്റ് ഫീൽ ഗുഡ് എന്റർടൈനർ. തീർച്ചയായിട്ടും അങ്ങനെ നിരാശപ്പെടുത്തുന്ന ഒന്നും ഈ ഒരു സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ലൊരു പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു.